ഭിന്നശേഷിക്കാരനായ അശോകന്റെ അരങ്ങേറ്റ തായമ്പക ഒന്ന് കണ്ടു നോക്കാം. CK വിജയനാണ് നമ്മുടെ കൂടെയുള്ളത്, കോഴിക്കോട് നിന്നും. CK, ആ കൊട്ടിക്കേറിയതിൽ എന്താണ് പ്രശ്നം? കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നിന്നെ കൊണ്ട് പറ്റുമോ? ഇത്രത്തോളമുള്ള ഒരു അധ്വാനമൊക്കെ വേണ്ടതല്ലേ എന്ന് ചോദിച്ച് എത്ര പേരുണ്ടാകും ആ മുഖത്ത് നോക്കി? എന്തോരം വിഷമിച്ച അവസ്ഥയുണ്ടാകും. പക്ഷേ ആ ആശാനൊക്കെ അവരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചത് കൊണ്ടല്ലേ അശോകൻ ഇത്രത്തോളം അടിപൊളിയായിട്ട് കൊട്ടാൻ പറ്റിയത്? തീർച്ചയായും അതെ. ആ ചോദ്യം ആദ്യം അശോകൻ ചോദിച്ചിരിക്കുക അശോകനോട് തന്നെയായിരിക്കും. ആ ചോദ്യത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം. ഈ ചോദ്യവുമായി നേരെ അശോകൻ ചെന്നത് ഈ തായമ്പക അല്ലെങ്കിൽ ചെണ്ട പരിശീലിപ്പിക്കുന്ന പത്മനാഭൻ ആശാൻ്റെ മുന്നിലേക്കാണ്. അത് ഏതാണ്ട് ഒരു 1.5 വർഷം മുന്നേ ഉള്ള കഥയാണ്. അദ്ദേഹം അവിടെ ചെല്ലുന്നു, എനിക്ക് ചെണ്ട പഠിക്കണം എന്ന ആഗ്രഹം പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ 2 കൈകൾക്കും ബലം കുറഞ്ഞ അശോകൻ എങ്ങനെ ചെണ്ട പഠിക്കും എന്നൊരാഗ്രഹം അല്ലെങ്കിൽ എന്നൊരു തോന്നൽ സ്വാഭാവികമായി ഏതൊരു ആശാനെ പോലെ പത്മനാഭൻ ആശാന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം അത് ഒരിക്കൽ നിരുത്സാഹപ്പെടുത്തിയില്ല. അദ്ദേഹം അശോകനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, നമുക്ക് നോക്കാം, ചെയ്തു നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് ഈ മുട്ടിയിൽ വടിവെച്ച് ഈ താളം പിടിച്ചുകൊണ്ട് നോക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അല്പം വേദനയൊക്കെ ഉണ്ടായി. അശോകൻ ആ വേദനയുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ആശാൻ പറഞ്ഞു, അതൊക്കെ ഉണ്ടാകും, വേദനയൊക്കെ ക്രമേണ അങ്ങ് മാറിക്കൊള്ളും, പഠിക്കാൻ തീരുമാനിച്ചാൽ അതങ്ങോട്ട് പഠിക്കുക തന്നെ എന്നൊരു നിശ്ചയദാർഢ്യത്തിൻ്റെ മുന്നിൽ ബാക്കി അവയവങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഒന്നുമല്ല എന്ന് അശോകൻ അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1.5 വർഷം മുന്നേ തുടങ്ങിയ ആ പരിശീലനത്തിന് കഴിഞ്ഞ ദിവസം പരിസമാപ്തി ഉണ്ടായി. കാഞ്ഞിരശ്ശേരി ശിവക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം നടക്കുന്നു. വനം വകുപ്പിലൊരു ജീവനക്കാരൻ കൂടിയാണ് അശോകൻ. നമുക്കിനിപ്പോൾ അശോകൻ്റെ മറ്റ് പേഴ്സണലായ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴിക്കോട് മാത്തോട്ടം വനശ്രീയിലെ ജീവനക്കാരനാണ്, കൊയിലാണ്ടി സ്വദേശിയാണ്. ഇത്തരത്തിലുള്ള ഈ ഭിന്നശേഷിക്കാരെ പല മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനുള്ളതിനേക്കാളും ചുരുക്കി പറഞ്ഞാൽ ഊർജ്ജം കുറച്ച് കൂടുതലുള്ള ആൾ തന്നെയാണ് അശോകൻ. ശരി CK, എന്തായാലും ആശാന് വലിയൊരു കയ്യടി കൊടുക്കണം. കൃത്യമായി മറുപടിയൊക്കെ കൊടുത്ത് ഈ ഒരു പാകത്തിന് കൊണ്ട് എത്തിച്ചല്ലോ. നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചവരെ കൊണ്ട് തന്നെ കൈ അടുപ്പിച്ച ഒരു രീതിയിലേക്ക് അശോകൻ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. വലിയ കാര്യം, കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. ആശംസകളും നേരുകയാണ്. ശരി വിജയൻ.